ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സൗമ്യ സിമ്പിൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു വെള്ളരിക്ക മോരുകറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുക നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചെറിയൊരു കഷ്ണം വെള്ളരിക്ക ഇതുപോലെ കട്ട് ചെയ്ത് കഴുകി കൊടുന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതിനി നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കാം, കൂട്ടിയും കുറച്ച് എടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 2 ഗ്ലാസ് വെള്ളം, ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 4 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് എടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതിനി ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റി. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് മോര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മോരിൻ്റെ പുളിയൊക്കെ നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് പുളിയുള്ള മോരാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കണേ. ഇനി നമുക്കിതാ കഷ്ണങ്ങൾ വെന്തുവോ നോക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തതിന് ശേഷം ആ നാളികേരും മോരും കൂടി ഒഴിച്ചിട്ടുള്ള ആ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരണം, തിളയ്ക്കാൻ പാടില്ല. നന്നായി ഈ കറി ഒന്ന് ചൂടായാൽ മതി. നമ്മുടെ കറിയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് വറുത്തിടണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചു. ആ പാനിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണ് കടുക്, 1 ടീസ്പൂണ് ഉലുവ, 2 വറ്റൽമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തിട്ട് കൊടുത്തു കേട്ടോ. നമ്മുടെ വെള്ളരിക്ക മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്